നല്ല ചൂടുള്ള ഉടച്ച കപ്പയോടൊപ്പം നല്ല ചൂടുള്ള ചിക്കൻ കറി ആയാലോ? കൊതിയായല്ലേ? ആഹാ. നിങ്ങൾക്ക് കപ്പയോടൊപ്പം ചിക്കൻ ഇഷ്ടമാണോ അതോ ചോറിൻ്റെ ഒപ്പമാണോ? ഏതാണെന്നൊന്ന് കമന്റ് ഇട്ടേക്കണേ. ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ കപ്പയും ചിക്കനുമാണ്. അപ്പോൾ നമുക്ക് ഒരു പിടി പിടിച്ചാലോ? അതിൽ നിന്ന് കുറച്ച് കപ്പയും ഒരു കഷ്ണവും എടുത്ത് ചാറും കുഴച്ച് ആഹാ ഒന്ന് കഴിച്ചു നോക്കണം, എന്താ ടേസ്റ്റ് എന്നാ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുക്കറിൽ എങ്ങനെ 5 മിനിറ്റിനുള്ളിൽ ചിക്കൻ കറി വെക്കാന്നാണ്. ഒറ്റ വിസിൽ മതി കേട്ടോ. അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 സവാള, ഒരു തക്കാളി, 2 വലിയ പച്ചമുളക്, ഇത്രയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരി അനുസരിച്ച് എടുക്കാം. ചെറിയ ഉള്ളി ആണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആണ്. ചെറിയ ഉള്ളി ഇല്ലാത്തവർ സവാള എടുത്താലും മതി. ഇതെല്ലാം അരിഞ്ഞ് ഒന്ന് മാറ്റി വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടിയിലോട്ട് പോകാം. ആദ്യം കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെള്ളം തോർത്തി എടുക്കണം. അത് കഴിഞ്ഞിട്ട് മസാലകളെല്ലാം പിടിപ്പിച്ച് വെക്കാം. അതിലേക്ക് ആദ്യം മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർക്കണം. മല്ലിപ്പൊടി, അടുത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി ഇടണം. അടുത്ത ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. എന്നിട്ട് കുറച്ച് സവാളയും കൂടെ ഇട്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. 15 മിനിറ്റിന് ശേഷം എടുക്കാം. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി കിട്ടും. അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ മണം ഒന്ന് പോകുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വഴണ്ടി വരുമ്പോൾ നമ്മളെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സവാളയും കൂടെ ചേർക്കണം. മൊത്തം സവാള ഇട്ട് കൊടുക്കണം. എന്നിട്ട് വഴറ്റാൻ തുടങ്ങണം. അതൊരു കുറച്ച് നേരം വഴറ്റണം. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണേ, അത് മറക്കല്ലേ. ഉപ്പ് ചേർത്താൽ എന്താണെന്നറിയാമോ? പെട്ടെന്ന് വേണ്ടിയിട്ട് അതിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്ത് നമുക്ക് പൊടികളിടാം. പൊടികൾ കൊടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് തിരി താഴ്ത്തി കൊടുക്കണേ. അപ്പം കാശ്മീരി മുളകാണ് ഞാൻ ഇടുന്നത് കളറിന് വേണ്ടി. എന്നിട്ട് മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടി എരിക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി മാറ്റി പുരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടി എടുത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി കേട്ടോ. കുക്കറിൽ കിടന്ന് ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം വീത്തിയിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് ഇനി ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ മതി കേട്ടോ. ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കിയാലോ? കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. തുറന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അടിപൊളി മണമാണ് വരുന്നത്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയൊക്കെ ടേസ്റ്റിന് ബെസ്റ്റാണ്. കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കുറച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒന്ന് താളിച്ച് കൊടുക്കണ്ടേ. അപ്പം താളിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? താളിക്കാൻ വേണ്ടി പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ കടുക് ഇടണം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം അതും ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കറിയിലോട്ട് ഒഴിക്കാം. അപ്പോഴൊരു ഒരു പ്രത്യേക മണം ഉണ്ടാകും കേട്ടോ. ഈ എണ്ണയൊക്കെ പോകുമ്പോഴേ സൂപ്പർ ഒരു മണമാണ്. നമുക്ക് ഒപ്പം തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആണോ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി സർവ് ചെയ്താലോ? അതായത് നമ്മുടെ ചട്ടിയിലാണ് നമ്മൾ മരിച്ചീനിയൊക്കെ വെച്ച മരിച്ചീനി എന്നാണ് ഇവിടെ പറയുന്നത്. കപ്പയെന്നും പറയും മരിച്ചീനി എന്നും പറയേ. നമ്മുടെ നല്ല ഉടച്ചെടുത്ത കപ്പയാണേ. ഉടച്ചെടുത്ത കപ്പ കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് അതിലൊന്ന് കുറച്ച് നടുഭാഗം ഒന്ന് കുഴിച്ചു കൊടുത്താലോ? വേറെ ഒന്നിനും അല്ല, ജസ്റ്റ് കുഴിച്ച് വെച്ച് ചിക്കൻ തിന്നാന്നുള്ളൊരു കൊതിയുണ്ട്. അപ്പോൾ ആ കുഴിയിലോട്ട് നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ വീഴ്ത്തിയെടുക്കുക. അപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. കഴിക്കാനൊക്കെ തോന്നും. വേണ്ട, അപ്പം കഴിക്കണ്ട, എല്ലാം കൂടെ സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ കറിയും കഷ്ണവും എല്ലാം കൂടെ അതിലൊന്ന് വീഴ്ത്തി നന്നായിട്ട് വീഴ്ത്തിയെടുക്കാം. കറി വേണമല്ലോ, കറി കുറച്ചും കൂടെ കറിയൊക്കെ എടുക്കാം. പിന്നെ ഇത് ക്യാമറയുടെ ഇതായതുകൊണ്ടാണ് കളറൊക്കെ നല്ല കളറാണ്. ഇതിൽ കളറൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? എല്ലാം ഒഴിച്ച് ഇതിലൊന്നൊരു പിടി പിടിച്ചാലോ? അപ്പം നമ്മുടെ ചൂട് കപ്പയും ചൂട് ചിക്കൻ, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം ചിക്കനും എടുത്ത് ചൂട് കപ്പയും എടുത്ത് ഒന്ന് കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. ആഹാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ.
ഇപ്പൊ മടിയുള്ളവർക്കും ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാവർക്കും പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. പെട്ടെന്ന് ഒരു വിസിലുകൊണ്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ, സി യു.